ഒരു ഓൺട്രപ്രനിയറിൻ്റെ ഫണ്ടമെൻ്റൽ ഇസ് അയാൾ തോറ്റു കൊടുക്കാൻ റെഡിയല്ല. അയാൾ എന്ത് ചെയ്യുന്നറിയോ? എത്ര തവണ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാലും ഹി നോ ദർ ഇസ് സംതിങ് ഓൺ ദി അതർ സൈഡ്. ഇതല്ലാതെ ഒരു ഔട്ട്പുട്ട് ഇതിന് വരുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വളരെ ഡെപ്തിൽ പെർസീവറൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളോട്ടെടുത്ത് ഏതൊരു തോൽവിനെയും ഒരു ഹേർഡിലായി മാത്രം കണ്ട് അത് ചാടിക്കടക്കാൻ കാണിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അത് നിങ്ങളിലേക്ക് ഉണ്ടാവണം. അത് നിങ്ങളിലേക്ക് ഇപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നത് ഏത് ലെയറിലാണോ അതിൻ്റെ എത്രയോ ബിയോണ്ട് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ, സക്സസ്ഫുൾ ട്രേഡിംഗ് ഓൺട്രപ്രനിയർ ആവാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പണമാണ് എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയാൻ പറ്റില്ല. പണമുള്ളത് കൊണ്ട് എല്ലാമായി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് വൺസ് നമുക്ക് പണം ഉണ്ടായി കഴിഞ്ഞാൽ പണം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അത്യാവശ്യം സാലറി കിട്ടുന്നൊരു ജോബ് ഒഴിവാക്കിയിട്ടാണ് വന്നേക്കുന്നത്. കാരണം കിട്ടുന്ന പണം നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാനും കൂടി പറ്റണം. ഇത് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ എന്ന് ഞാൻ പറയില്ല, പക്ഷെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ചെയ്യാൻ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിങ് പോസിബിളാണ്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു തോട്ട് ഉണ്ടായിരുന്നു, എനിക്ക് എല്ലാവരും കൊണ്ട് ഇത് പറ്റുമോ അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് മാറി. ട്രേഡിങ് എല്ലാവർക്കും പോസിബിളാണ്. വർക്ക് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ട്രേഡിങ് പോസിബിളാണ്. കൂടുതൽ എനിക്കിത് പഠിക്കാൻ കുറേ ആഗ്രഹമുള്ളതുകൊണ്ട് ഇതിൽ വന്നത് തന്നെയാണ്. കുറേ കാലമായിട്ട് എനിക്ക് കേൾവി ഉണ്ട്, പക്ഷെ ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ലായിരുന്നു. അത് പഠിക്കണം എന്നുള്ളൊരു ഭയങ്കര ഇതിൽ വന്നതാണ്. പിന്നെ എടുക്കുന്ന എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക്, അതാണ് മെയിൻ ഇതിൽ വേണ്ടത്. ആ രീതിക്കാണ് നമ്മളുടെ റിസൾട്ട് പുറത്ത് വരാൻ. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതായിരിക്കും നമ്മളുടെ റിസൾട്ട് വരാൻ. ആക്ച്വലി 3 years ആണ് പറയുന്നതെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഇതിൽ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏകദേശം എനിക്ക് 26 ഏജായി. ആ ഏജിൽ ഞാൻ കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദുബായിലായിരുന്നു, അവിടെയായിരുന്നു, അങ്ങനെ പല രീതിയിലും ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ലാതെ ഞാൻ ബിഗ് സീറോയിലെത്തിയത് എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു നോളജിൽ നിന്നാണ് മനസ്സിലായത്. കാരണം എങ്ങനെയാണ്, എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ക്യാഷ് എന്തൊക്കെ രീതിയിലാണ് പോകേണ്ടത്, എങ്ങനെ ചിലവാക്കേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് ചിലവാക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് കിട്ടിയൊരു സംഭവമാണ്. താങ്ക് യു ഫോർ ബീങ് ഹിയർ, ചൂസിങ് മില്യൺ ഡോട്ട്സ്. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്യുക. മില്യൺ ഡോട്ട്സിന് യൂസ് ചെയ്യുക. നിങ്ങൾ മില്യൺ ഡോട്ട്സിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിൻ ചെയ്യും, ഉറപ്പാണ്. താങ്ക് യു. Sorry,